ഹലോ ഗ്രീൻ മീഡിയാസിലേക്ക് സ്വാഗതം. ദുൽഖർ ജിത്തു മാധവൻ കൂട്ടുകെട്ടിൽ ഒരു സിനിമ വന്നാലോ എന്നുള്ള ചോദ്യം അത് ഏറെക്കുറെ ഉറപ്പാവുകയാണ്. ദുൽഖർ സൽമാൻ ഡയറക്ടർ ജിത്തു മാധവനും ചേർന്നിട്ടുള്ള ഒരു ഗ്ലോബൽ കൊളാബറേഷൻ വരാൻ പോകുന്നു എന്നുള്ളത് തന്നെയാണ് പുതിയ വാർത്തകളിൽ വന്നിരിക്കുന്നത്. എന്താണേലും ഇവിടെ സൂര്യ 47 എന്ന ചിത്രത്തിന് ശേഷം DQവും ജിത്തു മാധവനും ഒരുമിക്കുമെന്നുള്ളത് 90% ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. അതിൻ്റെ ചർച്ചകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ദുൽഖറെ മലയാളത്തിലേക്ക് കാണുന്നില്ലല്ലോ എന്നൊരു ചോദ്യത്തിന് അവിടെ അങ്ങ് എൻഡ് ചെയ്യുകയാണ്. ഇപ്പോൾ തന്നെ 2 സിനിമയോളമാണ് അദ്ദേഹത്തിൻ്റെ മലയാളത്തിൽ നിൽക്കുന്നത്. പക്ഷേ ഏറെയും അദ്ദേഹം തെലുങ്ക്, തമിഴ് സിനിമകൾ, കന്നഡ സിനിമകളിലേക്ക് തന്നെയാണ് പോകുന്നത്. അപ്പോൾ ഒരു കാര്യം വീണ്ടും മലയാളത്തിലേക്ക് വരുമ്പോൾ അമ്മാതിരി മിന്നുന്ന ഒരു ചിത്രം തന്നെ വേണം. അതുകൊണ്ട് തന്നെ നമുക്കറിയാം ഇവിടെ സൗബിൻ്റെ ചിത്രമുണ്ട്. അതിനൊക്കെ ശേഷമാണ് ദുൽഖറും ജിത്തു മാധവനും ഒരുമിക്കുന്നത്. ഈ പറഞ്ഞ പോലെ രോമാഞ്ചം എന്നൊരൊറ്റ ചിത്രം തന്നെ മതി നമുക്ക് ഇവിടെ ജിത്തു മാധവൻ ആരാണ് എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട്. അപ്പോൾ ഏറ്റവും മാർക്കറ്റുള്ള ഡയറക്ടേഴ്സിൻ്റെ പട്ടികയിൽ തന്നെയാണ് ജിത്തു മാധവൻ നിൽക്കുന്നത്. ഈ ഒരു കോംബോയ്ക്ക് വേണ്ടി നമ്മൾ ഓരോരുത്തരും കാത്തിരിക്കുകയാണ്. എന്തായാലും എത്രയും പെട്ടെന്ന് അത് നടക്കും എന്നുള്ളത് തന്നെയാണ്. ദുൽഖറിൻ്റെ ഇനി വരാനിരിക്കുന്ന ചിത്രങ്ങൾ നമുക്കറിയാം. കാന്തയാണ്. കാന്ത അടുത്ത മാസം ആദ്യ വാരങ്ങളിൽ തന്നെ ഉണ്ടാകുമെന്നുള്ള റിപ്പോർട്ടുകൾ വരുമ്പോൾ ഒരു കാര്യം ഉറപ്പിക്കുകയാണ്, തമിഴിൽ വീണ്ടും ഒരു വിജയക്കൊടി പാറിക്കാൻ പോകുന്ന ചിത്രമായിരിക്കും. അതിനുശേഷം ആകാശംലോ ഒക്കത്താര എന്ന് പറഞ്ഞ ആ ഒരു ചിത്രം അത് തെലുങ്കിൽ വരികയാണ്. അതിൽ ശ്രുതി ഹാസനാണ് നായിക. അങ്ങനെ വരുമ്പോൾ ഒരു ഗംഭീര ലൈനപ്പ് തന്നെയാണ് വരുന്നത്. അതായത് ഒരു ഇന്ത്യൻ താരം എന്നുള്ള ലെവലിലാണ് ഇപ്പോൾ ദുൽഖർ മുന്നോട്ട് പോകുന്നത്. അതായത് അദ്ദേഹത്തിന് തമിഴ്, തെലുങ്ക്, കന്നഡ, മലയാളം, ഹിന്ദി അങ്ങനെയുള്ള ഒരു റൗണ്ട് ട്രിപ്പിലൂടെ തന്നെയാണ്. അതിനകത്തിൽ ഏറ്റവും കുറവ് വരുന്നത് മലയാളവും ഹിന്ദിയുമായി വരുന്നു എന്നുള്ളത് തന്നെയാണ്. എന്തായാലും ഈ ഒരു കൂട്ടുകെട്ടിൽ ഒരു വമ്പൻ സിനിമ തന്നെ വരട്ടെ, തിയേറ്ററുകൾ പ്രകമ്പനം സൃഷ്ടിക്കട്ടെ, ആരാധകരെ കൊൾമയിർ കൊള്ളിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. എന്തായാലും കാത്തിരിക്കാം. ജിത്തു മാധവൻ, ദുൽഖർ സൽമാൻ സിനിമയ്ക്ക് വേണ്ടി നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തണം ഗ്രീൻ മീഡിയാസ്.